ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് കറൻലി ഗോസ്റ്റിംഗ് റിലേഷൻഷിപ്പിൽ ഉൾപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ചധികം നാളുകൾക്ക് മുൻപ് ഗോസ്റ്റിംഗ് റിലേഷൻഷിപ്സിനെ കുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വീണ്ടും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് റീഡിംഗ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവാം, അവർ ഈ ഗോസ്റ്റിംഗ് റിലേഷൻഷിപ്പിൽ ഉൾപ്പെട്ടവരാണോ, എന്താണിതെന്നുള്ളതിനെക്കുറിച്ച്. അതായത് ചിലരുടെ റിലേഷൻഷിപ്പ് പെട്ടെന്ന് ബ്രേക്കായി പോകാറുണ്ട്. അതായത് പാർട്ട്ണറിൽ നിന്ന് യാതൊരു വിശദീകരണം കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല, സഡനായിട്ട് ഒരു കാര്യം അറിയുന്നുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സെപ്പറേഷൻ വന്നത് എന്ന് പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അറിയണമെന്നുണ്ടാവില്ല. ചിലവരെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. വളരെ സഡനായിട്ട് ബ്ലോക്ക് ചെയ്ത് പോകുന്നു, എല്ലാ കമ്മ്യൂണിക്കേഷനും പെട്ടെന്ന് തന്നെ കട്ട് ഓഫ് ചെയ്ത് പോകുന്നു. ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോരം മെസ്സേജസോ കോൾസോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ എല്ലാവരും കാണുന്നുണ്ടാവും, പക്ഷെ നമുക്ക് തിരിച്ചൊരു പ്രതികരണവും തരുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ പാർട്ട്ണറെ വല്ലാതെ ഒറ്റപ്പെടുത്തി പോകുന്ന റിലേഷൻഷിപ്സാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവരെന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നിങ്ങളോട് പ്രതികരിച്ചത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു എനർജി എന്നുള്ളത് നമുക്ക് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യമേ നോക്കാം, എന്താണ് അവരെ ഇത്തരത്തിൽ ചെയ്യാൻ പ്രേരിപ്പിച്ച കാര്യം, എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്കുണ്ടോ, എന്താണെന്നുള്ളത് അറിയാൻ ശ്രമിക്കാം. Six of Cups, Emperor, Five of Wands, Page of Pentacles, the Lovers, the Tower, the Moon. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇനിഷ്യലി നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു പ്രോമിസസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ആയിക്കോട്ടെ, ഇതൊന്നും പാലിക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ്. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആരംഭഘട്ടത്തിൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ് തന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ അത്രയും പ്രാക്ടിക്കലായിട്ടും അല്ലെങ്കിൽ നല്ല രീതിയിലൊക്കെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളൊരു പേഴ്സണായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളോട് ഒരാൾ ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ വളരെ നല്ല രീതിയിൽ പെരുമാറുന്നു, അല്ലെങ്കിൽ നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നു എന്ന് പറയുമ്പോൾ എതിർവശത്ത് നിൽക്കുന്ന വ്യക്തിയും അത്രത്തോളം ഇമ്പ്രസ്ഡ് ആവും അതിനകത്ത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനവും അങ്ങനെ തന്നെയായിരിക്കും. അവർ വളരെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പേഴ്സണാണ്, അല്ലാന്നുണ്ടെങ്കിൽ അവർ വാക്ക് പാലിക്കുന്ന ഒരു വ്യക്തിയാണെന്നോ, അത്രയും ജെന്യുവിനായിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു പേഴ്സണാണ് എന്ന് തന്നെ പറയാം. അത്രയേറെ ഒരു ആത്മബന്ധവും അടുപ്പവും ഒക്കെ തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പ്. ചിലവരെ സംബന്ധിച്ച് ഒരുപാട് കാലപ്പഴക്കം ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളുടെ ഒരു ബന്ധം എന്ന് പറയുന്നത് അത്രയും ഡെപ്ത് ആയിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കാം. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ പേഴ്സൺ നിങ്ങൾക്ക് തന്ന ആ ഒരു വാക്കുകളോ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളോ എന്തോ ആയിക്കോട്ടെ, കമ്മിറ്റ്മെൻറ്റോ, അതെല്ലാം കാറ്റിൽ പറത്തിപ്പോയ ഒരു പേഴ്സണാണ്. അത് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ശക്തമായിട്ട് തന്നെ നമുക്ക് കാണാം എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ ചെയ്തത് തന്നെ ഈ ഒരു പേഴ്സണെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അതായത് ഇപ്പം നമ്മളൊരു തെറ്റ് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് പിന്മാറിപ്പോകണം, അപ്പോൾ അത് മുഖത്ത് നോക്കി പറയാനുള്ള ഒരു ഗഡ്സ് ഈ പേഴ്സൺ കാണിച്ചിട്ടില്ല. ഇപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ അവർ തന്നെ പറഞ്ഞു പോകാറുണ്ട്, അങ്ങനെയുള്ളവരും നമ്മൾ കാണാറുണ്ട്. അതായത് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നില്ല, എന്ത് കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിലും ഞാൻ ഇനി ഇത് സ്റ്റോപ്പ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ മറ്റേ വ്യക്തിക്ക് ഒരു ഐഡിയ കിട്ടും, ഓക്കെ അവർ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് തുറന്ന് പറഞ്ഞു എന്നുള്ളത്. പക്ഷേ ചില പേഴ്സൺസ് ഈ പറഞ്ഞതുപോലെ അതിനുള്ളൊരു ഗഡ്സ് അവർ കാണിക്കില്ല.
അല്ലാന്നുണ്ടെങ്കിൽ അവരായിട്ട് ഉഴപ്പിപ്പോവും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വേണമെങ്കിൽ സ്വമേധയോ ഒഴിഞ്ഞു പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്ന ആൾക്കാരുണ്ട്. അതായത് അവരായിട്ടൊന്നും പറയില്ല, പക്ഷേ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇവരുടെ പ്രവൃത്തി കണ്ട് അവർ തന്നെ സ്വയമേ എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് പോകാനുള്ളൊരു സാധ്യത ഒക്കെ പല റിലേഷൻഷിപ്സിലും കാണാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു എനർജി നല്ലതുപോലെ കാണാം. അതായത് ഈ പറഞ്ഞ വാഗ്ദാനങ്ങളോ കമ്മിറ്റ്മെൻറ്റോ ഒന്നും പാലിക്കാൻ കഴിയാത്തൊരു പേഴ്സണാണ്. മാത്രമല്ല മറ്റൊരു കാര്യത്തിൻ്റെ പിന്നാലെ പോയൊരു വ്യക്തിയാണ്. നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഡെപ്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു വാഗ്ദാനങ്ങളോ കമ്മിറ്റ്മെൻറ്റോ ഒന്നും ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചിന്തിച്ചാൽ തന്നെയും അതിനേക്കാൾ പ്രാധാന്യം വേറെ കാര്യങ്ങൾക്ക് കൊടുത്ത് നിങ്ങൾക്ക് തന്ന ആ ഒരു വാക്കും സംഭവങ്ങളൊക്കെ ആൾ തീർത്തും മറന്നു കളഞ്ഞു എന്ന് തന്നെ പറയും. അതാണ് ഇവിടെ നമുക്ക് സാഹചര്യമായിട്ട് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ വലിയൊരു എന്താ പറയുന്നത്, നേരിട്ടുള്ള ഒരു സംസാരമോ അല്ലാന്നുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞു നിർത്തി പോകുന്ന ഒരു വ്യക്തി അല്ലാതായി മാറിയതും തീർച്ചയായിട്ടും ഇതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഹൈലി ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണും കൂടി ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരെന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു താഴ്ന്നു കൊടുക്കാനുള്ള ഒരു മടിയുള്ള വ്യക്തികളായിരിക്കും. തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികളായിരിക്കും. ഇപ്പോൾ അവർ തെറ്റ് ചെയ്തു എന്ന് അവർക്ക് മനസ്സിലായാൽ തന്നെ അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മേത്തായിരിക്കും കുറ്റങ്ങൾ പറഞ്ഞു വയ്ക്കുക. അതായത് അവർ ഓക്കെയാണ്, ആ വ്യക്തി കാരണമാണ്. ഇനിയിപ്പോൾ ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും ആ വ്യക്തി കാരണമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ ആ ഒരു ഈഗോ ഉള്ളത് കൊണ്ട് അവരത് സമ്മതിച്ച് കൊടുക്കാത്ത വ്യക്തികളായിരിക്കും. മാത്രമല്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ചിലപ്പോൾ അവർ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ വളരെ ജെന്യുവനായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. ചിലപ്പോൾ ആരും അവരെക്കുറിച്ച് മോശമായിട്ടൊന്നും പറയാത്തൊരു വ്യക്തിയായിരിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ ഭയങ്കരമായിട്ടുള്ള അംഗീകാരമുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ ഈ പറഞ്ഞതുപോലെ അവർ മറ്റൊരു ചോയ്സ് എടുത്തു എന്നോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ കാര്യത്തിലേക്ക് ഡൈവേർട്ട് ചെയ്തു, നിങ്ങൾക്ക് തന്ന വാക്ക് അവർക്ക് പാലിക്കാൻ പറ്റിയില്ല എന്നുള്ളതൊന്നും അവർക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി സമ്മതിച്ച് തരാൻ കഴിയാത്ത ഒരു വ്യക്തിയുടെ എനർജിയാണ്. അവർ വളരെ സങ്കീർണമായിട്ടുള്ളൊരു മാനസികാവസ്ഥയും കാര്യങ്ങളും നമുക്ക് കാണാം. അവരിലൊരു സ്റ്റക്ക് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മുന്നിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നുമില്ല. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വ്യക്തി ഒരിക്കലും നിങ്ങളുടെ മുഖത്ത് നോക്കി നോ പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. അതായത് നിങ്ങളെ വേണ്ടാന്നോ അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് തന്ന കമ്മിറ്റ്മെൻ്റ് എല്ലാം പിൻവലിച്ചു എന്നോ ഒന്നും ഇവർ പറയാതെ പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു അകൽച്ചയിലാണെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള യാതൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവണമെന്നില്ല. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും വിചാരിക്കുന്നത് ഈ ഒരു പേഴ്സൺ ഒരിക്കലും എന്നെ ഇഷ്ടമില്ലെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് വേണ്ടാന്നോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഞാനെങ്ങനെ ഇതിൽ നിന്ന് പിന്മാറുന്നതായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുക. പിന്നെ അതുപോലെ തേർഡ് പാർട്ടി റിലേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോൾ ചില റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങളും ആ ഒരു പേഴ്സണും നിങ്ങളുടെ ആ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവും എന്ന് നിങ്ങൾക്കാണെങ്കിലും ആ വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും ഉറപ്പുള്ള ബന്ധമായിരിക്കും. അതായത് ഇന്ന വ്യക്തി നമുക്ക് തടസ്സമായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്, ഇന്ന വ്യക്തികളുടെ അംഗീകാരം നമുക്ക് കിട്ടില്ല എന്നുള്ളതൊക്കെ തുടക്കത്തിലേ അറിയാമായിരിക്കും. പക്ഷേ നമ്മളിവിടെ കണ്ടതുപോലെ ഒരുപാട് പ്രോമിസസ് അല്ലാന്നുണ്ടെങ്കിൽ വാഗ്ദാനങ്ങളൊക്കെ തന്ന് ആ ഒരു തേർഡ് പാർട്ടീനെയൊക്കെ നമുക്ക് കാലക്രമേണ മാറ്റിക്കളയാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ എന്തൊക്കെ തടസ്സം വന്നു കഴിഞ്ഞാലും ഞാനത് ഓവർകം ചെയ്യും, അങ്ങനെയൊക്കെയുള്ള കമ്മിറ്റ്മെൻറ്റും അല്ലെങ്കിൽ പ്രോമിസസൊക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ട്. പക്ഷേ അതിനുശേഷം ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ഒരു ട്രൂ കളർ അവിടെ പുറത്ത് വരും. അവർക്കത് ഫേസ് ചെയ്യാൻ കഴിയാതെയാവും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പറയാൻ പോകുന്നത് ഇത് പണ്ട് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇത്രയും പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല, ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയി, എൻ്റെ കയ്യിൽ നിന്ന് സംഭവം പോയി എന്നൊക്കെ പറയുന്ന തരത്തിൽ കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. തീർച്ചയായിട്ടും ഇവിടെയും ആ ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. ചിലപ്പോൾ നല്ല രീതിയിലുള്ള എതിർപ്പുകൾ പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് കാണാം വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് മാറിപ്പോയിട്ടുള്ള ഒരു പേഴ്സണാണ്. പെട്ടെന്നുള്ള ഒരു തകർച്ചയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരു തരത്തിലുള്ള ഒരു ക്ലൂവോ കാര്യങ്ങളോ തന്നിട്ടുണ്ടാവണമെന്നില്ല. ഇപ്പോൾ നിലവിലാണെന്നുണ്ടെങ്കിലും ഒരുപക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒരു സ്ഥലത്ത് മാറിയിരുന്ന് വാച്ച് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില വ്യക്തികളെന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് തേർഡ് പാർട്ടിയെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് കാണുന്നുണ്ടാവില്ല. പക്ഷേ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അവർക്ക് തേർഡ് പാർട്ടി ആയിരുന്നു വലുത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിനെ അത്രയും നാൾ നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തികൾ പെട്ടെന്നൊരു സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആകുമ്പോഴത്തേക്കും തേർഡ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതായത് അവർക്ക് തന്നെ വാക്കുകളൊന്നും പാലിക്കാൻ പറ്റാത്തൊരു അവസ്ഥ. അപ്പോൾ സെയിം നമുക്ക് ഇവിടെയും ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ അവരൊന്നും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുമില്ല. അപ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് യഥാർത്ഥ കാര്യം തുറന്ന് പറയാൻ അല്ലെങ്കിൽ തുറന്ന് ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു പേഴ്സണും കൂടിയാണ് എന്നുള്ളതും നമുക്കിവിടെ വളരെ വ്യക്തമാണ്.
അപ്പോൾ നമുക്ക് നോക്കാം നിലവിൽ ഈ ഒരു വ്യക്തി എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിനെ കാണുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു നിലപാടെന്നുള്ളത്. King of Wands, 7 of Cups, 2 of Cups, 4 of Swords, 4 of Coins, 3 of Cups, Judgment, Ace of Swords, Three of Wands, Queen of Coins, 6 of Cups, Queen of Wands, 8 of Cups, Tower, 7 of Coins, Hierophant, Empress. അപ്പോൾ നിലവിൽ നമ്മൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ സ്പ്രെഡിൽ കണ്ട അതേ കാര്യം നമുക്കിവിടെ റിപ്പീറ്റായിട്ട് തന്നെ കാണാൻ കഴിയുന്നൊരു എനർജിയാണ്. അതായത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഒരു കാലപ്പഴക്കം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന ഒരു ബോണ്ടിങ് ആയിക്കോട്ടെ, അത് സ്റ്റിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട്. അവരത് ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതും നമുക്കിവിടെ കാണാം. എന്നാൽ ഇങ്ങനെയുള്ളൊരു എനർജി ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഡീപ്പായിട്ടുള്ള വേറെയും എനർജീസ് കാണാമെങ്കിലും ഈ പേഴ്സൺ ഇപ്പോഴും ആ ഒരു ധൈര്യക്കുറവും കാര്യങ്ങളും ഉള്ളൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ അത് അവർ പുറമേ കാണിക്കുന്ന ഒരു പേഴ്സണല്ല. അവരുടെ ഒരു ധൈര്യക്കുറവ് അല്ലെങ്കിൽ ബലഹീനതയൊന്നും പുറമേ തുറന്ന് പറയുന്ന ഒരു പേഴ്സണല്ല, അല്ലെങ്കിൽ അവരുടെ ഒരു തെറ്റുപറ്റിപ്പോയി എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ തക്ക ഒരു മനസ്സിന് വലിപ്പമുള്ള പേഴ്സണാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ അതിനവർക്ക് ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും നിങ്ങളുടെ ചിന്തകൾ വരുമ്പോഴായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നൊരു അവസരത്തിലോ, അല്ലെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ അവർ സ്പൈ ചെയ്ത് നോക്കുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ കൂടുതലായിട്ടും നിങ്ങളിൽ തന്നെ ഒതുങ്ങി പോകാതിരിക്കാനായിട്ട് അവരിതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അങ്ങനെയുള്ള ഒരു ചിന്തകളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരാതിരിക്കാനായിട്ട് അവർ മാക്സിമം ശ്രമിച്ചിട്ടുള്ളൊരു പേഴ്സണും കൂടിയാണ്. അതായത് ചില സമയം നമ്മൾ ഇമോഷൻസ് വിഡ്രോ ചെയ്യാനും പുറത്ത് കിടക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. അത് രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് നമുക്ക് ആ ഒരു സിറ്റുവേഷനൊന്നും ഓവർകം ചെയ്യാനായിട്ട് സാധിക്കണമെന്നില്ല, അല്ലെങ്കിൽ വല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ട് അതിനകത്ത് തന്നെ ഇൻവോൾവ് ആയി പോകും. നമുക്ക് ചിലപ്പോൾ വേറെയുള്ള മറ്റൊരു കാര്യവും ചെയ്യാതെ ഇതിനകത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായിന്ന് വരാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചില സമയത്ത് നമുക്ക് പ്രതീക്ഷ നശിക്കുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ ആഗ്രഹിച്ചല്ലെങ്കിൽ വീണ്ടും ഒരു കാര്യത്തെക്കുറിച്ച് റീതിങ്ക് ചെയ്ത് നോക്കുമ്പോൾ ഇനി അതിനൊരു സ്കോപ്പ് ഇല്ല എന്നുള്ളൊരു ചിന്ത വരുമ്പോഴും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ വിഡ്രോ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇനി അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല, ശക്തമായിട്ടുള്ള തടസ്സങ്ങളുണ്ട് എന്നൊക്കെയുള്ള തോന്നൽ വരുമ്പോൾ. അപ്പോൾ എന്നീ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ ഒരു ശക്തമായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുമ്പോൾ തന്നെ അവർ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ്. പക്ഷേ അവർക്കതിന് തീർത്തും കഴിയുന്നില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതായത് അങ്ങനെ ഒരു ശ്രമം നടത്തുമ്പോൾ ചിലപ്പോൾ ഒന്നിന് പകരം 10 തിരിച്ചു വരിക എന്ന് പറയുന്നത് പോലെ ആയിരിക്കും കുറച്ചും കൂടി ഒരു നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സും കാര്യങ്ങളും വളരെ ഡീപ്പായിട്ട് അവരുടെ മനസ്സിലേക്ക് വന്നേക്കാം. ഇപ്പോൾ ഇതേ അവസ്ഥയിലാണ് നിങ്ങളെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കും ഈ പറഞ്ഞ കാര്യം ബാധകമാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു, പേഴ്സണിൽ നിന്ന് ഇങ്ങനെ ഒരു ഗോസ്റ്റിംഗ് ടൈപ്പ് പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിനി ഇതിനകത്ത് നിൽക്കുന്നില്ല, എനിക്കിത് പെയിൻഫുള്ളായിട്ടുള്ളൊരു അവസരം മാത്രമാണ് തന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാനിതിൽ നിന്ന് പുറത്ത് കിടക്കാമെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ കുറച്ച് നിമിഷം അല്ലെങ്കിൽ കുറച്ച് മിനിറ്റ് ഈ ഒരു തീരുമാനത്തിന് ആയുസ് ഉണ്ടാവുള്ളൂ, കൂടിപ്പോയ ഒരു ദിവസം വരെ. അത് കഴിയുമ്പോൾ തിരിച്ച് ഇതിനകത്തേക്ക് തന്നെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവരിലെ ഒരു ഭീരുത്വവും കൂടിയുള്ളൊരു പേഴ്സണാണ്. അതിലൊന്നെന്ന് പറയുന്നത് അവർ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് അവർ പുറമെ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ വ്യക്തിക്കറിയാം അവരുടെ ഭാഗത്തു നിന്ന് അവർ ചെയ്ത കാര്യങ്ങളൊന്നും അത്രയും നീറ്റല്ല,
നിങ്ങൾക്ക് തന്ന പ്രോമിസസ് ആണെന്നുണ്ടെങ്കിൽ കീപ്പപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ ഈ പേഴ്സൺ അറിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയുള്ള അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് അത് നിങ്ങൾ ഇഷ്ടപ്പെടില്ലെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ ഇവരെ നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്ന ഇഷ്ടപ്പെടാത്ത തേർഡ് പാർട്ടി ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട് നിലവിൽ എന്നുള്ളത് നമുക്ക് കാണാം. അതുപോലെ ഇവർ വളരെയധികം കൺഫ്യൂസ്ഡാണ് ഈ പേഴ്സൺ. അവർ തന്നെ ഒരു മായിക ലോകത്ത് പെട്ടതുപോലെയുള്ളൊരവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു സമയത്ത് അവർ വല്ലാതെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു നിസ്സംഗത തീർച്ചയായിട്ടും ഈ വ്യക്തിക്കുണ്ട്. ഇനി അഥവാ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുമോ എന്നുള്ളൊരു പേടി അതിവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു സംഗതിയാണ്. അവരങ്ങനെയുള്ളൊരു സിറ്റുവേഷനെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ശ്രമിച്ചാൽ പോലും അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ തന്നെ ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം എന്ന് ചിന്തിച്ചാൽ പോലും ആ പേഴ്സണ് കഴിയാത്തൊരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിന്നൊരു സമയത്തോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ആയ ഒരു സമയത്തോ അവരങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ അവർക്കതൊന്നും വലിയ കുഴപ്പമില്ലാന്ന് ചിന്തിച്ച് മാറിയ വ്യക്തിയായിരിക്കാം. സമയം അങ്ങനെ നീണ്ടുപോയതായിരിക്കാം. പക്ഷേ കാലം കഴിയുന്തോറും ചില ബന്ധങ്ങൾ കൂടുതൽ അകന്നു പോകാറുണ്ട്. ചിലത് അങ്ങനെയല്ല, അകൽച്ചയിലാണ്, ബന്ധങ്ങൾ തമ്മിൽ അകൽച്ചയാണ്, ഫിസിക്കലി അകന്നാണ് നിൽക്കുന്നതെങ്കിലും മാനസികമായിട്ട് അടുപ്പം കൂടി വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഓർത്തിട്ടുള്ള ഒരു ചിന്ത, ഭയങ്കരമായിട്ടുള്ളൊരു പൊസസീവ് നേച്ചറൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ നമുക്ക് സെയിം ആ ഒരു കാര്യം കാണാം. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും ഈ ഒരു പേഴ്സണ് ഏതൊക്കെയോ തരത്തിലുള്ളൊരു പൊസസീവ്നെസ് ഉണ്ട്. അതൊരു പക്ഷേ അവരിപ്പോൾ മറ്റൊരു കാര്യത്തിൻ്റെ പുറകെ പോയി അല്ലെങ്കിൽ വേറൊരു കാര്യം ചൂസ് ചെയ്തു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ കാര്യം ചെയ്താൽ ഈ പേഴ്സൺ അത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതായത് നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കപ്പിൾ എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു പേഴ്സണാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് ആ ഒരു പൊസസീവ് നേച്ചർ, ആ ഒരു ബിഹേവിയറൊക്കെ ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ നമ്മൾ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷനും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് യോജിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാനായിട്ടൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ അവർ ഇവിടെ കാണുന്ന പോലെ തന്നെ അവരുടെ ഒരു ധൈര്യക്കുറവുണ്ട്. ശാന്തമായിട്ടിരിക്കുന്നൊരവസ്ഥയാണ്. ശാന്തമായിട്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മനസ്സമാധാനത്തിലിരിക്കുന്നു എന്നല്ല, റിലേഷൻഷിപ്പിൽ സൈലൻസിലിരിക്കുന്നു എന്നുള്ളൊരു അർത്ഥമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ നിങ്ങളോടൊരു ഉറച്ച കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനായിട്ട് അവരൊരുപാട് ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരാനായിട്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഗോസ്റ്റിംഗ് റിലേഷൻഷിപ്സിലുള്ളവരുടെ കാര്യങ്ങളാണ് നോക്കുന്നത് പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഉത്തരം തരാതെ മാറിപ്പോയി അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ളൊരു ക്ലാരിറ്റി തന്നിട്ടില്ല. ചിലവരാണെന്നുണ്ടെങ്കിൽ വളരെ നിശബ്ദമായിട്ട് ഇരുന്ന് സൈലൻ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില സത്യങ്ങൾ നിങ്ങളെ അറിയിക്കാനായിരിക്കും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തുറന്ന് പറയാനായിട്ട് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിൽ ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം നേരത്തെ ഒരു ക്ലാരിറ്റി ഇല്ലാണ്ടാണ് മാറിപ്പോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ബെഗ് ചെയ്ത് അവരുടെ പുറകെ പോയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. നിങ്ങളുടെ ഒരു ആ ഒരു സാഹചര്യത്തിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ച് നിങ്ങൾ പുറകെ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കും, സങ്കടപ്പെടും എന്നൊക്കെ അവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്ലാരിറ്റി തരണം, തുറന്ന് സംസാരിക്കണം. അപ്പോൾ പറയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പറയണം എന്നുള്ളൊരു ത്വര അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് സൈലൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ കാണാം. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ എടുക്കാനായിട്ടുള്ള ഒരു ശ്രമം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഒരു കാര്യം നമുക്കിവിടെ എവിഡൻ്റ് ആണ്, അവർ മറ്റൊരു ചോയ്സ് അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അവരുടെ സ്വമേധയായുള്ള ഒരു തീരുമാനം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായൊരു പ്രഷർ കൊണ്ടോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്ഥലത്ത് അവർ തീർച്ചയായിട്ടും കംഫർട്ടബിൾ അല്ല. അത് നമുക്കിവിടെ കാണാം. കാരണം അവിടെ അത്രയും കംഫർട്ടബിളാണ്, സെറ്റിൽഡാണ് ആ ഒരു പേഴ്സൺ, അവിടെ മനസാന്നിധ്യമുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു തോട്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇവരെ ഭയങ്കരമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുകയോ ഇല്ല. അത്രയും അലട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ടാണ് അവരതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പോലും ശ്രമിക്കുന്നത്. ആ ഒരു ചിന്തകളിൽ നിന്ന് ഫിസിക്കലി ഇപ്പോൾ നിങ്ങൾ തമ്മിൽ അകന്ന് നിൽക്കുന്ന ആൾക്കാരായിരിക്കണം ഓൾറെഡി. അപ്പോൾ ചിന്തകളിൽ നിന്ന് അകന്ന് പോകാൻ പോയിട്ടും അതിന് പോലും അവർക്ക് കഴിയുന്നില്ല. സോ ആ ഒരു പേഴ്സൺ ഇപ്പോൾ എവിടെയാണുള്ളത് അല്ലെങ്കിൽ ഏത് റിലേഷൻഷിപ്പിലായിക്കോട്ടെ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ അവിടെയൊന്നും അവരെ മനസ്സമാധാനത്തോടെയല്ല നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ പോലും കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടും ചിന്തകൾ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു, അവരുടെ പല എനർജീസൂടെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും അവർ ആരുടെയും ഒരു സപ്പോർട്ടും കൂടി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിട്ട് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഇവിടെ കാണുന്ന പോലെ തന്നെ അതിനകത്തൊരു ഗ്രോത്ത്, ആ ഒരു ഫെർട്ടിലിറ്റി ഒക്കെ ഉണ്ടാവാനായിട്ട് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാനും അവർക്ക് ഒരു ഭാഗത്ത് കഴിയുന്നില്ല. നിങ്ങൾ പൂർണ്ണമായിട്ടും അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയവും ഈ ഒരു പേഴ്സണുണ്ട്. അപ്പോൾ എന്നാൽ അതേപോലെ തന്നെ ഈ ഒരു ബന്ധം
നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ആരുടെയും ഒരു സപ്പോർട്ട് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ കോമൺ ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ മുതിർന്ന ഏതെങ്കിലും വ്യക്തിയുടെ ഒരു ഇടപെടലോ കാര്യങ്ങളോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരുടെ ഒരു കൺസേൺ ആയിരിക്കാം, കൺസേൺ ആയിരിക്കാം. അപ്പോൾ ആരുടെ ഒരു സപ്പോർട്ടും കൂടി ഈ പേഴ്സൺ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ ഫാമിലിയിലുള്ള ഏതെങ്കിലും വ്യക്തിയുടെ ആയിരിക്കാനുള്ള ചാൻസസും ഉണ്ട്. ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാനുള്ള ഒരു ഭയം, അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്ത് വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ പോകാൻ കഴിയില്ല. വളരെ ആലോചിച്ച് പ്രാക്ടിക്കലായിട്ട് പോകുന്നതായിരിക്കും ബുദ്ധി എന്നുള്ളൊരു രീതിയിൽ അവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു കുറ്റബോധമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രവണതയൊന്നും നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ല. എന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു വ്യക്തിക്ക് അറിയുകയും ചെയ്യാം അവരുടെ പ്രവൃത്തികൾ എന്തായിരുന്നു എന്നുള്ളത്. എന്നാൽ അത് പറഞ്ഞ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു റിഗ്രറ്റിൽ നിങ്ങളോട് വന്ന് മാപ്പപേക്ഷിക്കാനോ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ അല്ല. പക്ഷെ നിങ്ങൾ വിട്ടുകൊടുക്കാനുള്ളൊരു മടി നല്ലതുപോലെ ഉണ്ട്. ചില സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അത് ഫേസ് ചെയ്യാതെ ഒന്ന് ഒളിച്ചിരിക്കാനുള്ളൊരു പ്രവണത. അതുകൊണ്ടാണ് അവർ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും കാര്യങ്ങളും വരുമ്പോഴാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പുറത്ത് കിടക്കാനും ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ചില കാര്യങ്ങൾ തുറന്ന് പറയാമെന്നുള്ളൊരു തീരുമാനവും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയാം, ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാനായിട്ടും അവർ ആഗ്രഹിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പല പല ചിന്തകളിൽ അവർ വന്നു പോകുന്നത് കൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ആ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള നിൽക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു പകപ്പ് അതിൽ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആരുടെയും ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വിചാരിച്ചതുപോലെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളൊരു ചിന്താഗതിയാണ് നിലവിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 3, നമ്പർ 5, നമ്പർ 6 ആൻഡ് നമ്പർ 16. ഇനി അതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ഏരീസ് ആൻഡ് ടോറസ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ പിന്നെ സ്കോർപ്പിയോ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ചിലരെ സംബന്ധിച്ച് ഈ ഒരു രീതിയിൽ ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് പോകുന്നുണ്ടാവാം, അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. ചിലരങ്ങനെയല്ല, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്നുണ്ടെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ നാളെ ശരിയാവും എന്നുള്ള പ്രതീക്ഷയിൽ പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ഒരുമിച്ച് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ട്രോങ് ബോണ്ടിങ്, സ്ട്രോങ് റീകൺസിലിയേഷനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.